കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ബി.ജെ.പിക്ക് ഭരണം നഷ്ടമാകും. പഞ്ചായത്തിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ല. ഈ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ കോഴിക്കോട് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ LDF 31, UDF 25 അങ്ങനെയാണ്. അതാണ് പുതിയൊരു അപ്ഡേറ്റ്. ചക്കിട്ടപ്പാറയുടെ നേതാവായിരുന്ന ആർഷോയ്ക്കെതിരെ പരാതി നൽകിയ CPI സ്ഥാനാർത്ഥി നിമിഷ രാജു തോറ്റിരിക്കുകയാണ്. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് കെടാമംഗലം ഡിവിഷനിലാണ് നിമിഷയുടെ പരാജയം. ഒഞ്ചിയത്ത് ജനകീയ മുന്നണി അധികാരത്തിലേക്കാണ്. UDF പിന്തുണയുള്ള ജനകീയ മുന്നണി അധികാരത്തിലേക്ക് വരികയാണ്. അവിടെ RMP അജയ്യരാണ് എന്ന് വീണ്ടും തെളിയിക്കുകയാണ്. KK രമയ്ക്ക് ചിരിക്കാം. മുത്തോലിയിൽ ഗ്രാമപഞ്ചായത്ത് LDF ഭരിക്കുമെന്ന വാർത്ത കൂടി വരുന്നു. ബി.ജെ.പിക്ക് അവിടെ ഭരണം നഷ്ടമാകും. മുത്തോലി BJP ഭരണമായിരുന്നു. ആകെ 14 വാർഡുകളായിരുന്നു. ഇപ്പൊ 10 ഫലം വരുമ്പോഴത്തേനും LDF 7, UDF 2, BJP 1 ദയനീയമായ നിലയിലേക്ക് BJP പോയി കഴിഞ്ഞു. മുത്തോലിയിൽ അവിടെ ഗ്രാമപഞ്ചായത്ത് LDF ഭരിക്കുമെന്നാണ്. കോഴിക്കോട് കോർപ്പറേഷന്റെ കാര്യം വരുമ്പോൾ 27 LDF, 20 UDF, NDA 9. കണ്ണൂർ കോർപ്പറേഷനിലെ SDPIക്ക് വിജയമുണ്ട്. അറക്കൽ വാർഡിൽ സമീറ K വിജയിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ഗ്രാമപഞ്ചായത്തുകളുടെ കണക്ക് ഇങ്ങനെയാണ്. LDF 35, UDF 22, NDA 3 എന്നുള്ളതാണ്. UDF കോട്ട കാത്തിരിക്കുന്നു. കട്ടപ്പന നഗരസഭയിൽ UDFന്റെ തേരോട്ടമാണ്. ആകെ 35 സീറ്റുകളിലെടുത്ത് UDF 20, LDF 13, NDA 2 എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കാര്യങ്ങൾ 24 UDF-ഉം 2 LDF-ഉം 24 UDF-ഉം 2 LDF. വലിയ വിജയം, ഏകപക്ഷീയമായിട്ടുള്ള വിജയം, ഹിമാലയൻ വിജയം. ഒന്നുമില്ല. ഈ ഇനിയിപ്പോ നമുക്ക് അറിയേണ്ടത് ഈ ശ്രീലേഖയുടെ കാര്യം കൂടെ അറിയണം. ടീച്ചർ ഒന്ന് ഈ തിരുവനന്തപുരത്ത് ആരെങ്കിലും കണക്ട് ചെയ്ത് അതിൽ കൂടെ ശ്രീലേഖ ഇനി കൂടുതൽ ആർജവത്തോടുകൂടി ഉഷാറോടുകൂടി നല്ല പാട്ട് വെച്ച് ഡാൻസ് കളിക്കുമെന്നുള്ള ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കോട്ടയത്ത് ഭരണമുണ്ടായിരുന്ന 2 പഞ്ചായത്തുകളും BJPക്ക് നഷ്ടമായിരിക്കുകയാണ്. പള്ളിക്കത്തോട് മുത്തോലിയും BJPക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. BJPക്ക് കോട്ടയത്ത് വലിയ തിരിച്ചടിയാണ്. ആലപ്പുഴ നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി UDF എത്തിയിരിക്കുന്നു. UDF 23, LDF 22, LDF സ്വതന്ത്രൻ അടക്കമാണ് 22. അതെ, ഉറപ്പായി അനുകൂലം. KK രമയ്ക്ക് ചിരിക്കാം. ഒഞ്ചിയം വീണ്ടും കാത്തിരിക്കുകയാണ്. RMPക്ക് സന്തോഷിക്കാം. ഒഞ്ചിയത്തെ കാര്യങ്ങൾ ഞാൻ എടുത്തു. കോട്ടയത്ത് ഭരണം ഉണ്ടായിരുന്ന 2 പഞ്ചായത്തുകളും BJPക്ക് നഷ്ടമായി. കുറച്ചു മുൻപ് ബിനിൽ പോത്തൻ അക്കാര്യം പറഞ്ഞതുമാണ്. ആലപ്പുഴ നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ UDF, ആലപ്പുഴയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ UDF 23, LDF ഒരു സ്വതന്ത്രനടക്കം 22, NDA 5, മറ്റുള്ള SDPIയും PDPയും ആയിരുന്നു. അവർ രണ്ടുപേരും 2 ഇടങ്ങളിലും കിട്ടിയിട്ടുണ്ട്. ഒരു LDF സ്വതന്ത്രൻ, ഒരു SDPI, ഒരു PDP, അങ്ങനെ 3 സ്വതന്ത്രരും വിജയിച്ചു. അങ്ങനെ ആലപ്പുഴ നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ UDF, അടൂർ നഗരസഭയിൽ UDF 10, കേരളമാകെ UDF തരംഗം. അതാ നമ്മുടെ ഗ്രാഫിക്സ് നോക്കൂ. കേരളമാകെ UDF തരംഗമാണ്. സെമിഫൈനലിൽ UDF എടുത്തു. നിയമസഭയിൽ കാറ്റ് എങ്ങോട്ട് വീശുമെന്നറിയില്ല. ഇനിയും 6 മാസം സമയമുണ്ട് ഭരണമൊരുക്കും. അനു അറിയേണ്ടത് ശ്രീലേഖ ജയിച്ചോ ഇല്ലയോ എന്നാണ്. അനു ശ്രീലേഖ ജയിച്ചോ? അസ്തമംഗലത്ത് ശ്രീലേഖ NDA സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നു. ശക്തമായ മത്സരത്തിൽ ശ്രീലേഖയുടെ ജയം. കവടിയാറ് K ശബരിനാഥൻ ജയിച്ചിരിക്കുന്നു. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തമായ പോരാട്ടം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഏകദേശം 28 ഇടത്ത് NDA ലീഡ് ചെയ്യുമ്പോൾ 16 ഇടത്താണ് LDF ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ശ്രീലേഖ ജയിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. BJP അവരുടെ മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിയ ശ്രീലേഖ ശാസ്തമംഗലം വാർഡിൽ നിന്ന് ജയിച്ചിരിക്കുന്നു. കവടിയാറിൽ K ശബരിനാഥൻ. തിരുവനന്തപുരത്തെ ഒരു പൊതുചിത്രം കൂടെ പറയൂ. ശ്രീലേഖ മേയറാവാൻ സാധ്യതയുണ്ടോ? BJPയുടെ പൊതു അവസ്ഥ എന്താണ് തിരുവനന്തപുരത്ത്? നിലവിൽ BJP സ്ഥാനാർത്ഥി VV രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇതിൽ വനിതാ സംവരണമല്ല ഇത്തവണ മേയർ സ്ഥാനത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ശ്രീലേഖയാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭരണത്തിലേക്ക് എത്തിയാൽ ഒരു പക്ഷേ ശ്രീലേഖയെ മേയറാക്കാനുള്ള നീക്കങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ മുന്നേറ്റം തന്നെ. വലിയ മുന്നേറ്റമാണ്. അതിനിടെ എറണാകുളത്ത് കോതമംഗലം നഗരസഭാ ഭരണം UDF തിരിച്ചു